ഗൾഫ് GTV പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മസ്കറ്റിൽ 8 പ്രവാസികൾ കടലിൽ വീണു. ഒരു മരണം, 7 പേരുടെ നില ഗുരുതരം. UAE-യിൽ നേരിയ ഭൂചലനം, പ്രകമ്പനം അനുഭവപ്പെട്ടതായി നിവാസികൾ. ഷാർജയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 29-ന് തുറക്കും. UAE-യിലും ഒമാനിലും കനത്ത നാശം വിതച്ച പെരുമഴയ്ക്ക് കാരണം എൽ നിനോ പ്രതിഭാസം. ഡ്രൈവറില്ലാ കാറുകളുടെ മത്സരോട്ടം ഇന്ന്. ചിലയിടങ്ങളിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി. വാർത്തകൾ വിശദമായി. മസ്കറ്റ് ഗവർണറേറ്റിലെ ബൗഷർ വിലായത്തിൽ ഷാത്തി അൽ ഖുറം ബീച്ചിൽ 8 പ്രവാസികൾ കടലിൽ വീണു. ഒരാൾ മരിച്ചതായും മറ്റു 7 പേരെ രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. 7 പേരുടെയും നില ഗുരുതരമാണ്. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടവർ ഏഷ്യൻ രാജ്യക്കാരാണ്. എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. UAE-യിൽ ഏപ്രിൽ 27 ശനിയാഴ്ച പുലർച്ചെ 2.8 തീവ്രതയുള്ള ഭൂചലനം രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 3:03-ന് കോർഫുഖാൻ തീരത്ത് 5 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത്. ചില നിവാസികൾക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് ഒരു നാശനഷ്ടവും ആളപായവും ഉണ്ടായിട്ടില്ലെന്നും NCM അറിയിച്ചു. പ്രളയത്തെ തുടർന്ന് അടച്ച ഷാർജയിലെ സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 29 മുതൽ തുറന്ന് പ്രവർത്തിക്കും. ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി അണുവിമുക്തമാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. പ്രളയത്തിന് ശേഷം 22 മുതൽ 25 വരെ ഓൺലൈനായിരുന്നു ക്ലാസുകൾ. എന്നാൽ മഴക്കെടുതിയിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി നിലച്ചതിനാൽ ഒട്ടേറെ കുട്ടികൾക്ക് ലേണിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. UAE-യിലും ഒമാനിലും കനത്ത നാശം വിതച്ച മഴയ്ക്ക് കാരണം സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനില കൂടുന്ന എൽ നിനോ പ്രതിഭാസമാണെന്ന് രാജ്യാന്തര പഠനം. അറേബ്യൻ ഉപദ്വീപിൽ എൽ നിനോ പ്രതിഭാസം 10 മുതൽ 40% വരെ ശക്തമായതാണ് ഗൾഫ് രാജ്യങ്ങളിൽ മഴ കൂടാൻ കാരണമെന്നാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ ഗ്രൂപ്പിലെ ഗവേഷകരുടെ കണ്ടെത്തൽ. ആഗോളതാപനം കൂടുന്നതും ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും എൽ നിനോയുടെ തോത് കൂട്ടുന്നുണ്ട്. ഇതെല്ലാമാണ് മേഖലയിലെ കനത്ത മഴ പെയ്യാൻ കാരണമായതെന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ലെക്ചറർ ഫെഡറിക് ഓട്ടോ പറഞ്ഞു. യാസ് മറീന സർക്യൂട്ടിൽ ചരിത്രമെഴുതാൻ ഇന്ന് ഡ്രൈവറില്ലാ കാറുകളുടെ മത്സരോട്ടം. 4 സ്വയം നിയന്ത്രിത കാറുകളാണ് അബുദാബിയിൽ ഓട്ടോണമസ് റേസിംഗ് ലീഗിന്റെ ഭാഗമായി ഒരേ സമയം ട്രാക്കിൽ ഇറങ്ങുക. $25.5 ലക്ഷം സമ്മാനത്തുക പ്രഖ്യാപിച്ചിരുന്ന മത്സരത്തിൽ 8 ടീമുകളാണ് പങ്കെടുക്കുക. പ്രഥമ അബുദാബി ഓട്ടോണമസ് റേസിംഗ് ലീഗിന് സാക്ഷിയാകാൻ 10,000-ലേറെ കാണികൾ യാസ് മറീന സർക്യൂട്ടിൽ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. US-ൽ നിന്നുള്ള കോഡ് 19 റേസിംഗ്, ജർമ്മനിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നുമുള്ള കൺട്രാക്ടർ യൂണിവേഴ്സിറ്റി, ചൈനയിലെ ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ പ്രതിനിധീകരിക്കുന്ന ഫ്ലൈ ഈഗിൾ എന്നിവയും ഹംഗറി, UAE, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളുമാണ് മത്സരയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിലാകും ഈ ഡ്രൈവറില്ലാ കാറുകൾ സഞ്ചരിക്കുക. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിന് ശേഷം ദുബായിലെ ചില ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് സ്വാഭാവിക പ്രതിഭാസമാണെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. നടപ്പാതകളിലും ചാലുകളിലും മത്സ്യങ്ങൾ ചത്തതായി നിരവധി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ വർദ്ധിക്കുന്നതോ സമുദ്രോപരിതലത്തിലെ താപനില ഉയരുന്നതോ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമാണ് പലപ്പോഴും ചത്ത മത്സ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.